എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പപ്പായ കൃഷിയാണ്. ഇത് നമ്മളുടെ പപ്പായയാണ്, റെഡ് ലേഡി പപ്പായയാണ്. അപ്പോൾ ഈ സൈഡിലെ താഴെയുള്ളതൊക്കെ നമ്മൾ പറിച്ചു പോയി. ബാലൻസ് ഇപ്പോൾ ഈ മേളിലേക്ക് കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പഴുക്കണ്ട ഇടയ്ക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, അതുപോലെ കോഴിവളം, മണ്ണിട്ട് കൊടുക്കും. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കും. ഇപ്പോൾ വേറെ മരങ്ങളുണ്ട്, വേറെ കുറച്ച് ചെടികളുണ്ട്, പപ്പായയുടെ മരങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചിലതിലൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്ത ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോവാം. ലേഡിയുടെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഹൈറ്റ് എത്തണേക്ക് മുമ്പ് തന്നെ കണ്ട ഇത് ചെറിയ മരമായി അപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങും. അതുപോലെ ദേ ഇവിടെ ഈ സൈഡിലുണ്ട്. ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മളിപ്പോൾ ഈ തുണി വെച്ച് കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പഴുത്തു തുടങ്ങാറായതുള്ളതുണ്ട്. അപ്പോൾ അത് കടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മേളിലേക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വലിയ നല്ല വലിപ്പത്തിൽ നല്ല ഉരുണ്ട രീതിയിൽ വരും. ചില റെഡ് ലേഡി പപ്പായ വന്നിട്ട് നീളം രൂപത്തിലാണ്. ഇത് ഒരു 5-6 ദിവസം നമുക്ക് ശരിക്കും നല്ല കട്ടിയിലിരിക്കും. പഴുത്ത കളർ വന്നാലും അത് മറ്റേ സാധാരണ പപ്പായ പോലെ പെട്ടെന്ന് ചീഞ്ഞു പോവുകയോ നശിക്കുകയോ ചെയ്യില്ല. അത് കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. ഇത് നമ്മളുടെ വേറൊരു ഇനം പപ്പായയാണ്. ഇത് മുമ്പ് തുടങ്ങി ഇവിടെ ഉള്ളതാണ്. ഇതും ചെറിയ മരമായിരിക്കുമ്പോൾ തന്നെ ഇതുമ്പോൾ കായ ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ പഴുത്ത് കിടക്കുന്നതാണ്. നമ്മൾ നെറ്റിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നല്ല ഷെൽഫ് ലൈഫ് ഉള്ളതാണ്. ഷെൽഫ് ലൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് വിപണനത്തിന് വളരെ സഹായകരമാണ്. ഇത് വിൽക്കാൻ നേരത്ത് ഇപ്പോൾ ഷോപ്പിൽ വെക്കുകയാണെങ്കിൽ തന്നെ അതൊരു 3-5 ദിവസം കഴിഞ്ഞാലും ചീഞ്ഞൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ല ഡിമാൻഡുള്ള ഒരു ഇനം കൂടിയാണിത്. റെഡ് ലേഡി ആണ് പൊതുവേ നമ്മൾ സാധാരണ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഡിമാൻഡ് വേറെ തന്നെയാണ്. ഇത് പഴുത്തതാണ്. നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇത് റെഡ് ലേഡി അല്ല, ഇത് വേറൊരു ഇനമാണ്. നല്ല പഴുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായയാണ്. നമ്മളുടെ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറമ്പിൽ പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഴുത്തതാണ്. നമുക്ക് അനായാസം നമ്മളുടെ പറമ്പുകളിലും ഒക്കെ ഗ്രോ ബാഗിലും ഒക്കെ വിളയിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്. ശരിക്കും വളരെ ഗുണമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ ഒരുപാട് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ സാധനം ഇതിൻ്റെ വേരുകൾ എവിടെയും പോയി വളം വലിച്ചോളും. അതുപോലെ നല്ല തായ്വേരും പോകുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല മധുരമുള്ള ഒരു ഇനമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. റെഡ് ലേഡിയുടെ പ്രത്യേകത അത്രയും മധുരമില്ല. റെഡ് ലേഡിക്ക് ഒരു ആവറേജ് മധുരമുള്ളൂ, ഹെവി ആയിട്ടുള്ളതില്ല. ഇത് ഹെവി മധുരമാണ്. നല്ല മധുരം ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്.